أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. ഒരു മിനിറ്റ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇതുപോലെ ഒരു സദസ്സിൽ ഒന്നിച്ചിരിക്കാനും ഖുർആൻ പഠിക്കാനും ഒക്കെ അവസരം അള്ളാഹു തന്ന അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മള് പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ മുൽക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ മുൽക്ക് നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അതും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം. പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രേഷ്ഠമായ ഒരു സൂറത്ത് തന്നെയാണല്ലേ സൂറത്തുൽ മുൽക്ക് എന്നുള്ളതും. എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്താക്കിയ ഈ ഒരു സൂറത്ത് എല്ലാരും എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക സുന്നത്താക്കിയ നമുക്കറിയാം അല്ലെ. നമ്മൾ നാളെ സൂറത്തുൽ മുൽക്കിന്റെ ആളുകളായിട്ട് റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് നമുക്ക് നമ്മളുടെ ഒരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് വാദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന പറയുന്നത് ഇൻഷാ അല്ലാഹ്. അത് മാത്രല്ല ഖബറില് നമുക്ക് രക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അസ്ഹാബ് ഈ ഖുർആനിന്റെ ആളായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് അവസാന ക്ലാസ്സിൽ പറഞ്ഞത് പരലോകത്തെ കുറിച്ചും പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാല് ചില ആളുകളുടെ മുഖങ്ങള് വളരെ മ്ലാനമായ ഒരവസ്ഥയില് അല്ലെ പിന്നെ കാണപ്പെടുന്ന ആ ഒരു അതായത് അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്ത ആ ഒരു സമയം ആ ഒരു സന്ദർഭം എത്തിക്കഴിയുമ്പോൾ അവർക്ക് സത്യനിഷേധികൾക്ക് മുഖങ്ങള് മ്ലാനത ബാധിക്കുന്ന ഒരവസ്ഥ അല്ലെ, കറുത്തിരണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരവസ്ഥ പിന്നെ അള്ളാഹു തആല നമുക്ക് വരച്ച് കാണിച്ചു തന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാന്നല്ലേ, അതായത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാന്ന് അല്ലെ, എന്നെയും എന്നോടൊപ്പം ഉള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു കരുണ കാണിക്കുകയോ ചെയ്താല് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ പറയുക അല്ലെ, ഹുവ അവൻ, ഹുവ റഹ്മാൻ അവൻ എന്താണ്, പരമകാരുണികനാകുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു പരമകാരുണികൻ, അർ റഹ്മാൻ ആണ്. ആമന്ന ബിഹി, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവനിൽ, ബിഹി അവനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് വഅലൈഹി അവന്റെ മേൽ തവക്കൽന ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫസതഅലമൂന എന്നാൽ നിങ്ങൾക്ക് വഴിയെ അറിയാറാകും, മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ ആരാണ് വ്യക്തമായ വഴികേടില് എന്ന് നിങ്ങൾക്ക് പിന്നീട് വഴിയെ മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാന്നല്ലേ, ഒരുപാട് ചോദ്യങ്ങൾ ഈ സൂറത്തിലൂടെ ഉന്നയിച്ച് ഒരുപാട് ചിന്തകൾക്ക് നമ്മൾക്ക് സമയം തന്ന് അല്ലെ, ഒരുപാട് ചിന്തകൾ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ഒരു സൂറ എടുക്കാൻ തുടങ്ങിയിട്ട് 12 ക്ലാസ്സുകളാണ് എടുത്തത്. 30 ആയത്തുകളുള്ള ഈ സൂറത്ത് നമ്മൾ 12 ആഴ്ചകളായി ഈ പിന്നെ ക്ലാസ് തുടങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്.
അത്രയും ദിവസം നമ്മൾ ഈ ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലെ. ഈ ആയത്തുകളാണ് നമ്മൾ തദബ്ബുർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും ശരിക്കും അള്ളാന്റെ കലാം അള്ളാഹ് പറയുമ്പോ നമ്മൾ ഓരോരുത്തരും ഇത് എന്നോടാണ് പറയുന്നത് എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അള്ളാഹു ഇപ്പൊ അവസാന സമയത്ത് നമ്മള് 2 ക്ലാസ്സുകളിലായിട്ട് പരലോകം, മരണാനന്തര ജീവിതം, മഹ്ശറ, അവിടത്തെ ഒരുമിച്ച് കൂട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചത് അല്ലെ. ശരിക്കും ആ ഒരു ചിത്രം നമ്മുടെ കണ്ണിൽ എപ്പോഴും നമ്മൾ കാണണം. നമ്മളുടെ മരണത്തെ നമ്മൾ നോക്കിക്കാണണം. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഹുവർ റഹ്മാൻ ആണെന്ന് അല്ലെ. അവൻ പരമകാരുണികനാണെന്ന് പറയുന്നത്. ശരിക്കും അള്ളാഹു നമ്മളോട് പരലോകവും അതിന്റെ ശിക്ഷയും അതിന്റെ ഭയാനകതകളും അതെല്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ട് അള്ളാഹു പരമകാരുണികനാണെന്ന് പറയുമ്പോ തോന്നുന്നുണ്ട് അതെന്താ ഇത്രയാലേ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും താക്കീതുകളെ കുറിച്ചും മുന്നറിയിപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു എന്താ ഇങ്ങനെ കാരുണ്യവാനാണ്, ഇത്രയും പരമകാരുണികനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മള് ഒരുപാട് നമ്മൾ ചിന്തിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ആ കാരുണ്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഒരു കുട്ടി പിന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊട്ടുന്ന എന്തെങ്കിലും ചില്ലുള്ള എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും എടുത്ത് കുട്ടി കളിക്കുമ്പോ പിന്നെ ഉമ്മ പറയൂലേ അത് വേണ്ട അതവിടൊക്കെ അതെടുക്കണ്ടേ മോൻ അതെടുക്കണ്ടേ, മോനോട് ഇഷ്ടമില്ലാത്തോണ്ടാ അങ്ങനെ പറയുന്നല്ലേ, അങ്ങോട്ട് പോവല്ലേ, അതെടുക്കല്ലേ, അതവിടെ വെക്കെ, ഇങ്ങനെ സൂക്ഷിക്കൂലേ, വാങ്ങി വെക്കൂലേ, കയ്യിൽ നിന്ന് വാങ്ങി എടുത്തു വെക്കൂലേ. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാ അല്ലെ, അല്ലാതെ ആ കുട്ടീനോട് ഇഷ്ടമില്ലാത്തോണ്ടാ. ആ നല്ല പളുങ്ക് പാത്രം എടുത്ത് കുട്ടി കളിക്കുമ്പോ അത് താഴെ വീണ് പൊട്ടിപ്പോയാല് അല്ലെ, ആ പാത്രം എങ്ങാനും പൊട്ടിപ്പോയാല് അത് ചിതറി ചില്ലുകള് കുട്ടീന്റെ കയ്യിലോ കാലിലോ തട്ടി മുറിഞ്ഞ് കുട്ടിക്ക് വേദനിക്കും, വേദന വരും, അതിന് മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, അതെടുക്കല്ലേ, അത് കളിക്കല്ലേ, അല്ലെ അങ്ങോട്ട് പോവല്ലേ, അത് നോക്കല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് സൂക്ഷിക്കുന്നത്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ മുമ്പില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അത് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അള്ളാഹു തആല കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അവൻ പരമകാരുണികനാണ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അത് വിശാലമായതാണ് അല്ലെ. സത്യത്തില് നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ 2 തവണ അർ റഹ്മാനിർ റഹീം പറയുന്നില്ലേ, ഒന്ന് ബിസ്മിന്റെ കൂടെയും അല്ലാതെ ഫാത്തിഹയിൽ ഒരു ആയത്തായിട്ടും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ആ കാരുണ്യത്തെ അനുഭവിച്ചറിയുന്നവരാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം അള്ളാഹുവിന്റെ കാരുണ്യം അനുഭവിക്കുന്നവരാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എത്ര ശരിക്കും നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അറിയുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ നല്ല അനുഗ്രഹീതമായ ജീവിതത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നത്. ശരിക്കും പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു എല്ലാവർക്കും ഇല്ലേ ഒരുപോലെ ഈ അർ-റഹ്മാൻ എന്ന് പറയുന്ന ആ പരമകാരുണികനായിട്ടുള്ളവൻ എന്ന് നമ്മൾ പറയുമ്പോ ശരിക്കും ഇവിടെ വിശ്വസിച്ച ആളുകൾക്ക് മാത്രല്ല അല്ലെ, വിശ്വസിച്ച ആളുകൾക്ക് മാത്രാണോ അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലെ. ശരിക്കും അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അത് വിശാലമാണ്. ആരും അത് ആഗ്രഹിക്കാതിരിക്കൂല അല്ലെ. ചോദിക്കുന്നവർക്ക്, ചോദിക്കാത്തവർക്കും, വിശ്വാസികൾക്ക്, വിശ്വാസികളല്ലാത്തവർക്കും എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രല്ല അല്ലെ, മറ്റ് ജന്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക്, നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും ഉണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് മാത്രല്ലേ. സുബ്ഹാനല്ലാഹ്. വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ ലിതസ്കുനൂ ഫീഹി. അവന്റെ കാരുണ്യത്താലാണ് ആ രാവും പകലും അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തന്നതെന്ന് പറയുന്നത്.
അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്താണ് വിശ്രമിക്കുന്നു അല്ലെ. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. രാത്രിയും പകലും അള്ളാഹു താല തന്ന് അല്ലെ വിശ്രമിക്കാൻ, പകൽ സമയത്ത് അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തിനാ? ലഅല്ലക്കും തഷ്കുറൂൻ, നമ്മൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. ഈ പരമകാരുണികനായ ആ റഹ്മാനായ റബ്ബില് നമ്മൾ എന്താക്കണം? ഖുൽ ഹുവ റഹ്മാനു ആമന്നാ ബിഹി, അല്ലെ അവനിൽ നമ്മൾ എന്താക്കണം? വിശ്വസിക്കണം. നമ്മളെല്ലാവർക്കും വിശ്വാസം ഉണ്ട് അല്ലെ. അള്ളാഹു എന്താണ്? പരമകാരുണികനാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാകട്ടെ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, അള്ളാഹിന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുന്നു എന്നാ പറഞ്ഞ. ലേക്ക് അല്ലെ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഒരു അംശം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതില്ലാന്ന് ഈ പറഞ്ഞ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം കരുണ കാണിക്കുന്നത് അല്ലെ. ശരിക്കും ഇന്നലില്ലാഹി മിഅത റഹ്മ എന്ന് പറഞ്ഞ അള്ളാഹുവിന് കാരുണ്യത്തിന്റെ 100ൽ 1 ഭാഗം മാത്രാണ് അള്ളാഹു തആല അൻസല മിൻഹ റഹ്മത്തൻ വാഹിദത്തൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹവാമി എല്ലാം, അതായത് മനുഷ്യരും മറ്റുള്ള എല്ലാ ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും, അതില് ഈ ദുഷ്ടജന്തുക്കൾ ഉണ്ടാകുന്നില്ലേ, വലിയ കാട്ടുമൃഗങ്ങൾ അല്ലെ, അവ പോലും അവയുടെ കുട്ടികളോട് കാണിക്കുന്ന ദയ, അതെല്ലാം ഈ റഹ്മത്തിന്റെ ഒരംശമാണെന്ന് പറയും. ബാക്കിയോ, ബാക്കി 99 ഭാഗോ അള്ളാഹു തആല ഖിയാമത്ത് നാളിലേക്ക് വെച്ചിരിക്കുകയാണ്. അള്ളാഹു തന്റെ അടിയാന്മാർക്ക് കരുണ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ആ അടിയാന്മാർക്ക് അല്ലെ. അപ്പൊ നമ്മൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് വഅലൈഹി തവക്കൽന, അവനിലേക്ക് എന്താകണം? നമ്മൾ തവക്കുൽ ചെയ്യണം. അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യണം. അള്ളാഹുവിന്റെ കാരുണ്യം എന്താവൂല? ഒരിക്കലും തീർന്നു പോകൂല. അള്ളാഹു അത് നൽകുന്നതിൽ പിശുക്ക് കാണിക്കൂല. നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കണം അല്ലെ. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അവൻ എന്താണ്? നിങ്ങൾക്ക് ഏക ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, ഏകനായ ആ റബ്ബ്, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല അല്ലെ. അവൻ എന്താണ്? അർ റഹ്മാനാണ്, അർ റഹീമാണ്, അങ്ങേയറ്റം കരുണ ചെയ്യുന്നവൻ. ശരിക്കും ചില സമയത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോ കേൾക്കുമ്പോ ചിലരെങ്കിലും പറയൂലേ, ഇതെന്താ പഠിച്ചോനെന്താ ഇങ്ങനെ ഒരു വിധിയല്ലേ, എത്ര കാലമായിട്ട് എന്താ ഇങ്ങനെ ഒരു പ്രയാസം, പരീക്ഷണം. പക്ഷെ ശരിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ ദുനിയാവെന്ന് ചിലപ്പോ അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഒരുപക്ഷെ പരലോകത്ത് അള്ളാഹു തആല അതിവിശാലമായ കാരുണ്യം ഒരുക്കി വെച്ചിട്ടുണ്ടാവൂലേ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്നാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു തആല പറഞ്ഞു, അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ട് അല്ലെ. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അവൻ എന്താണ്? അങ്ങേയറ്റം മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും പറയുമ്പോ നമ്മൾ എന്താ പറയാറുള്ളത് അല്ലെ? കാരുണ്യത്തിന്റെ തിരുദൂതർന്നല്ലേ. സുബ്ഹാനല്ലാഹ്. കാരുണ്യമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് അല്ലെ. നമ്മൾ ഓരോരുത്തരും എന്താകണം? അപ്പോ നമ്മള് വിശ്വാസികൾ നമ്മൾ എന്താകണം? കരുണയുള്ളവരാകണം. എങ്കിലേ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കൂ അല്ലെ. ശരിക്കും വിശ്വാസികളുടെ ഒരു ഗുണം കൂടിയാണ് എന്ത്? കാരുണ്യം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബലദില് പറയുന്നില്ലേ, പിന്നെ ഈ മലമ്പാത എന്ന് പറയുന്നത് കടന്ന് ആ ഫഹദൈനാഹുൻ നജ്ദൈൻ പറഞ്ഞിട്ട് പറയുന്നതില് എന്താണ്
ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ പറഞ്ഞിട്ട് പറയുന്നില്ല അല്ലെ? അതിൽ പറയുന്നത് എന്താണ്? فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. കാരുണ്യം കൊണ്ടും അല്ലെ, ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരുക. സുബ്ഹാനല്ലാഹ്. അവിടെ അടിമമോചനം അല്ലെ, പട്ടിണി കൊണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധമുള്ള അനാഥയെ സംരക്ഷിക്കുക, അല്ലെ, കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് ഭക്ഷണം കൊടുക്കുക. ഇതെല്ലാം കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണല്ലേ. നമ്മളുടെ ചുറ്റിലുമുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരിലേക്കൊക്കെ എത്തണം. ഈ പ്രയാസപ്പെടുന്ന ആളുകളുടെ പരീക്ഷണം എന്ന് പറയുന്നതില്ലേ, ശരിക്കും ചുറ്റിലുള്ള ആളുകൾക്കുള്ള ഒരു പരീക്ഷണമാണ്. അവർക്കുള്ള പരീക്ഷണം അള്ളാഹു താല അവർ ക്ഷമിച്ചാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം അള്ളാഹു കണക്കില്ലാത്തത് പരലോകത്ത് അള്ളാഹു താല നൽകും. എന്നാൽ അവരെ ചുറ്റിലും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, പ്രയാസപ്പെടുന്ന ആളുകൾ. നമ്മള് എത്രത്തോളം കരുണയോടെ ആ ഭാഗങ്ങളിലേക്ക് തിരിയുന്നു, ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെയാന്ന്, അതാണ് ശരിക്കും എന്താ പറയാ, ഞാൻ പലപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയധികം പ്രതിഫലാർഹമായ കർമ്മമായി നമ്മളെ മുമ്പിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാന്ന് പറഞ്ഞത് അല്ലെ. അടിമമോചനം, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, യതീമിനെ സംരക്ഷിക്കുക, അല്ലെ, കുടുംബ ബന്ധമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലെ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതെല്ലാം ഇസ്ലാമികമായ കർമ്മങ്ങളുടെ ഭാഗമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേകം ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശരിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. എന്താണ്? സത്യനിഷേധികൾക്ക് നേരെ കർക്കശമായി വർത്തിക്കുന്നവരും എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കരുണയുള്ളവരുമാണ് അല്ലെ. അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത് വിശ്വാസികളുടെ സ്വഭാവം ആ രീതിയിലാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികനാണെങ്കിൽ, ആ പരമകാരുണികനിൽ വിശ്വസിച്ച വിശ്വാസികളാണെങ്കിൽ, അവനിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മളെങ്കിൽ നമ്മളിലും എന്തുണ്ടാകണം? ആ ഒരു കാരുണ്യം നമ്മളിലേക്ക് വരണം. മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. അല്ലേ, ഒരു വിശ്വാസിയുടെ ഉപമ പറഞ്ഞത് എന്താണ്? അവർ പരസ്പരം സ്നേഹത്തിലും വാത്സല്യത്തിലും കാരുണ്യത്തിലും മുസ്ലിങ്ങളുടെ ഉപമ ഒരു ശരീരം പോലെയാണെന്ന് പറഞ്ഞു. എന്താണ്? ഒരു ശരീരത്തിന്, ഒരു അവയവത്തിന് രോഗം ബാധിക്കുമ്പോൾ മറ്റുള്ള അവയവങ്ങൾ അല്ലെ പനിച്ചും ഉറക്കമൊഴിഞ്ഞും അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. ഇതുപോലെ ആകണം നമ്മൾ ഓരോരുത്തരും എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന നല്ല കരുണയുള്ള മുഅ്മിനീങ്ങളാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ആരാണ് വഴി പിഴച്ചു പോയത്, പിഴച്ച മാർഗത്തില് ആരാണ് ആയത് എന്നുള്ളത് വഴിയെ അവനെ അറിയും. വെച്ചാല് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോ നമുക്കറിയാൻ സാധിക്കും, ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും ആരാ നല്ല കക്ഷികൾ, ആരാ പിഴച്ചു പോയത് എന്നൊക്കെ വഴിയെ അവൻ അറിയും എന്ന് പറയുന്നത്. വ്യക്തമായ വഴികേടില് ആരാണ് എന്ന് നിനക്ക് വഴിയെ അറിയാറാകും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടുത്തൊരു ചോദ്യം, വളരെ 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 ഏറെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഖുൽ, പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, എന്ത് കണ്ടുവോ, ഇൻ അസ്ബഹ, ആയിത്തീർന്നാൽ, മാഉക്കും, നിങ്ങളുടെ വെള്ളം, ഗൗറ, വറ്റിയത്,
ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിയതായി തീർന്നാൽ ഫമൻ, ആരാണ് യഅതീകും നിങ്ങൾക്ക് കൊണ്ടുവരിക ബിമാഇൻ മഈൻ, നല്ല ഒഴുകുന്ന ഉറവജലം കൊണ്ടുവന്ന് തരാന് ആരാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യം അല്ലെ. ശരിക്കും ആരാ ഉള്ളത്? ആരാ കൊണ്ടുതരാനുള്ളത്? നമ്മൾ ഓരോരുത്തർ ശരിക്കും ഓരോ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെ അല്ലെ. എന്നാ വെള്ളത്തിന്റെ കാര്യം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്ക്. വെള്ളം എന്ന് പറയുന്ന ഈ അനുഗ്രഹം മാത്രം എടുത്തു നോക്ക്. ഇത് അള്ളാഹിന്റെ വലിയ കാരുണ്യല്ലേ. ശരിക്കും ഇന്നലെ മിന്നാന്ന് ആരോ എൻ്റെ അടുത്ത് ഒരു സംശയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും ശക്തിയും അള്ളാഹിനെ കൊണ്ടല്ലാതെ വേറെ ഒന്നും നടക്കൂല ഈ ദുനിയാവില്. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ അള്ളാഹു വിശ്വസിച്ച ആളുകൾക്കോ അള്ളാഹു കാരുണ്യം കൊടുക്കുന്നത്, വിശ്വസിക്കാത്ത ആളുകൾക്കും അല്ലെ, അത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു. അതായത് ഇപ്പം നിരീശ്വരവാദികളായ ആളുകളും പേന ചലിപ്പിക്കുന്നു അല്ലെ, അവർ പലതും എഴുതുന്നു, പറയുന്നു, പല കാര്യങ്ങളും അവർക്കും അവരുടെയും കാര്യങ്ങൾ അള്ളാന്റെ കുതിരത്തൽ അല്ല, അള്ളാന്റെ കഴിവ് കൊണ്ടല്ലാതെ നടക്കൂല അല്ലെ. ഒന്നും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ കഴിവും അറിവും പെടാതെ ഒന്നും നടക്കൂല. പക്ഷെ അവർ പറയുന്നത് അത് എന്തോ എനിക്കത് വിചാരിക്കാൻ കഴിയാത്ത പോലെയെന്ന്. അങ്ങനെയല്ല അല്ലെ, നമ്മൾ അതെല്ലാം ഉൾക്കൊള്ളണം. കാരണം ഈ വെള്ളത്തിന്റെ കാര്യം തന്നെ മാത്രം എടുത്ത് നോക്ക് അല്ലെ. ഇപ്പൊ മഴ പെയ്യുമ്പോ ഈ ഭൂമിയിലേക്ക് അള്ളാഹു താല മഴ പെയ്യിക്കുമ്പോ, ചില പ്രദേശങ്ങളിൽ മഴ ഇങ്ങനെ ധാരാളമായി പെയ്യുമ്പോ അവിടെ വിശ്വാസികൾക്ക് മാത്രം മഴ, അവിശ്വാസികൾക്ക് മഴയില്ല, നിരീശ്വരവാദികൾക്ക് മഴയില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ. അവിടെ എല്ലാവർക്കും കിട്ടുകയാണ് അല്ലെ. അള്ളാന്റെ കാരുണ്യം, മഴ എന്ന് പറയുന്ന വലിയ അനുഗ്രഹല്ലേ. ധാരാളമായി മഴ പെയ്യുമ്പോ അല്ലെ, മഴ അമിതമാകുമ്പോ എന്താ സംഭവിക്കുന്നത്? പ്രളയങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, കനത്ത മഴ നിർത്താതെ തുടർച്ചയായി 2-3 ആഴ്ചകളൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി ആകെ പ്രയാസത്തിലാകുന്നു അല്ലെ. ആ വെള്ളം തന്നെ കുറച്ചു നാള് കണ്ടിന്യൂസ് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്ത് പിന്നെ തീരെ മഴ പെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ജാനുവരി ആയി, അപ്പോഴേക്കും എന്താകും? വെള്ളം കിണറിലൊക്കെ വറ്റി തുടങ്ങും. തീരെ മഴയില്ലാത്ത സാഹചര്യത്തിലാണ്. ഇത്തവണ നമുക്ക് അൽഹംദുലില്ലാഹ് ശരിക്കും മഴ നിൽക്കാതെ എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ കിണറിലൊക്കെ വെള്ളം അത്യാവശ്യം എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു സമയമായിട്ടും വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ തീരെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും എന്താകും? പതുക്കെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും അല്ലെ. ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നല്ല വെള്ളം വറ്റി. പിന്നെ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് തീരെ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. നല്ല വരൾച്ച ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് വേണ്ടി യുദ്ധം പോലും നടക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ. അന്നേരം ഇങ്ങനെ കിണറുകളൊക്കെ വറ്റി ആൾക്കാർക്ക് കുഴൽക്കിണർ ഇങ്ങനെ അടിച്ച് ഭയങ്കര ഒരു വെള്ളം ക്ഷാമം നേരിട്ട ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ സമൃദ്ധമായി മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ശരിക്കും ഈ മഴ ഇങ്ങനെ പെയ്യുന്ന മഴ നിന്നുപോയി എന്ന് വിചാരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ. മനുഷ്യന്മാരുടെ കൈകടത്തലുകൾ കൊണ്ട് പലതരത്തിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഴ പെട്ടെന്ന് നിലച്ച് മഴ നിന്നുപോയി എന്ന് വിചാരിക്കാം. മഴ പെയ്യാതാകുമ്പോ എന്താ സംഭവിക്കുക? ഭൂമിയിലുള്ള ഉറവുകളൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങും അല്ലെ. ഉറവുകള്, കിണറുകള്, കുളങ്ങള്, പുഴകളൊക്കെ എന്താകും? മെല്ലെ 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 വറ്റാൻ തുടങ്ങും. കിണറിലൊക്കെ വെള്ളം വറ്റിന്ന് വിചാരിക്കും, എല്ലാം വറ്റിന്ന് വിചാരിക്കും. അങ്ങനെ മഴയും പെയ്യുന്നില്ല, കിണറിലെ എല്ലാ ഉറവുകളെല്ലാം വറ്റി, കിണറിലും വെള്ളം വറ്റി, പുഴയിലും ഇല്ല, ഒക്കെ വറ്റിപ്പോയി. എന്താ ചെയ്യാ? ആരാ പിന്നെ വെള്ളം നമുക്ക് കൊണ്ടുതരാ? ആരാ വെള്ളം കൊണ്ടുതരാ അല്ലേ? ഇങ്ങനെ വറ്റി ഉണങ്ങിപ്പോയി എന്ന് വിചാരിക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ആരാ വെള്ളം കൊണ്ടുതരാൻ നമുക്കുള്ളത്?
അത് അള്ളാഹു താല ചോദിക്കുന്നത്. ആരാ നിങ്ങൾക്ക് വെള്ളം? ഫമൻ യഅതീകും ബിമാ ഇമ്മഈൻ. ശരിക്കും നമ്മൾ ഓരോരുത്തരും ലഅല്ലക്കും തഷ്കുറൂൻ ആകുന്നുണ്ടോ? എത്രത്തോളം നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു ചെയ്തു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്ന അല്ലെ, ശരിക്കും അനാവശ്യമായി പല തരത്തില് അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നില്ലേ? സൂക്ഷ്മത തഖ്വ എന്നൊക്കെ പറയുന്നില്ലേ? ശരിക്കും ഈ തഖ്വ എന്ന് പറയുന്നത് എന്താ? നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. ഇന്ന് മഗ്‌രിബിന് വുളൂ ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? വെള്ളം സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ച. നമ്മളിങ്ങനെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ലേ? ധാരാളമായി വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഒരു വുളൂ ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റ് അടിയിൽ വെച്ച് തിരിച്ചിളക്കുമല്ലേ? എത്ര സ്പീഡിലാ വെള്ളം, ഫോഴ്സിലാ വെള്ളം വരുന്നത്. അതിനനുസരിച്ച് വെള്ളം പാഴായി പോകുന്നില്ലേ? നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഒരു സൂക്ഷ്മതയും ഇല്ലാതെ വുളൂ ചെയ്ത് അല്ലെ, വെള്ളം പോയതും വെള്ളം ഒഴിച്ചതും മറിച്ചതും ഒന്നും നമ്മൾ ഒരു കണക്കും ഒരു ശ്രദ്ധയും ഇല്ലാത്ത ഒരു വുളൂ, അതെന്ത് വുളൂവാന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. വെള്ളമില്ലാത്ത ചില നാടുകളുണ്ട്. വെള്ളത്തിന് വേണ്ടി ഭയങ്കര പ്രയാസപ്പെടുന്ന ചില നാടുകളുണ്ട്. നമ്മള് പാത്രം കഴുകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കണക്കുണ്ടാ? നമുക്കിങ്ങനെ സമൃദ്ധമായി സുഭിക്ഷമായി വെള്ളം അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഈ മഴ എന്ന് പറയുന്ന ആ അനുഗ്രഹം നമ്മള് അത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നോണ്ടല്ലേ ശരിക്കും നമുക്ക് അതിന്റെ വില അറിയാത്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മത ഇല്ലാത്തത്. അള്ളാഹു ആണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ മഴ പെയ്യിപ്പിക്കുന്നത്. നമുക്ക് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യാണ് മഴ. നമ്മള് ഖുൽ ഹുവർ റഹ്മാൻ പറഞ്ഞില്ലേ? ശരിക്കും ഈ മഴ എന്ന് പറയുന്നത് എന്താണ്? വഹുവല്ലദീ അർസല റിയാഹ ബുഷ്റ ബൈന യദൈ റഹ്മതിഹി വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ എന്ന് പറഞ്ഞു. കാരുണ്യത്തിന്റെ മഴ. കാരുണ്യത്തിന്റെ മഴക്ക് മുമ്പായിട്ട് അള്ളാഹു തആല കാറ്റിനെ അയക്കുന്നെന്ന് പറയുന്നു. കാറ്റിന്. എന്നിട്ട് ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം അള്ളാഹു തആല നമുക്ക് ഇറക്കി തരുന്നു അല്ലെ. നിർജീവമായ നാടിനത് അള്ളാഹു തആല ജീവൻ നൽകുന്നു. സുബ്ഹാനല്ലാഹ്. മനുഷ്യർക്കും കന്നുകാലികൾക്കും ശരിക്കും പറയുന്നത് ഈ ഭൂമിയില് മറ്റ് ജീവജാലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ മഴ എന്ന് പറയുന്ന സംഭവം ചിലപ്പം ഉണ്ടാകുന്നെ ചെയ്യില്ല. കാരണം മനുഷ്യന്റെ പ്രവർത്തനം അത്രയും ദുഷിച്ച പ്രവർത്തനങ്ങളാ മനുഷ്യൻ ചെയ്യുന്നല്ലേ. മനുഷ്യർ ചെയ്യുന്ന ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷയായിട്ട് അള്ളാഹു തആല ശരിക്കും സക്കാത്ത് കൊടുക്കാത്തതിന്റെ ഇതായിട്ടൊക്കെ മഴ പെയ്യാതെ ഇതാകാൻ സാധ്യത എന്ന് പറയലുണ്ട്. മഴ പോലെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നിലക്കും. പക്ഷെ ഇവിടൊക്കെ മറ്റ് ജീവജാലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പക്ഷി മൃഗാദികളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവർ റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമുക്കും കഴിയണം ആ റബ്ബില് പൂർണ്ണമായ തവക്കുൽ ചെയ്യുന്നതാ പറയുന്നത്. വഅലൈഹി തവക്കൽനാ, അവനിലാണ് ഞങ്ങള് ഭരമേൽപ്പിക്കുന്നത്, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ആ തവക്കുൽ എന്താകണം? നമ്മളുടെ പൂർണ്ണമാകണം. നമ്മളുടെ തവക്കുൽ പരിപൂർണമാകുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മള് വെള്ളമൊക്കെ നമ്മൾ സംഭരിച്ചു വെച്ചെന്ന് വിചാരിക്കും. അത് തീർന്നു പോയാൽ എന്താ ചെയ്യാം? ശരിക്കും മഴ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ അനുഗ്രഹമാണ് അല്ലെ. മാഅൻ മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹീതമായ വെള്ളമാണ് അള്ളാഹു തആല നമുക്ക് ആകാശങ്ങളിൽ നിന്ന് അള്ളാഹു തആല വർഷിപ്പിച്ച് ചൊരിഞ്ഞു തരുന്നത്. ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീ നോക്കിയിട്ടുണ്ടോ? നീ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം എങ്ങാനും വറ്റിപ്പോയാല് ആരാ നിനക്ക് ആ വെള്ളത്തെ കൊണ്ടുവന്ന് തരാ? ഈ പരമകാരുണികനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആരാ നിനക്ക് കൊണ്ടുതരാനുള്ളതില്? സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ട്. അള്ളാഹു ഇങ്ങനെ നമുക്ക് എല്ലാ നിലക്കും അല്ലെ അനുഗ്രഹീതമായ മഴ നമുക്കിങ്ങനെ ചൊരിഞ്ഞു തന്നത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ സുഭിക്ഷമായ രീതിയിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്നിട്ടോ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് കാണിക്കുന്ന നന്ദി. മഴ കുറച്ചധികം പെയ്യുമ്പോ നമുക്ക് കുറ്റോലെ, എന്തൊരു മഴ, അല്ലാത്ത മഴ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയൂലേ. എന്നാ കുറച്ച് ചൂടാകുമ്പോഴോ അപ്പോഴും നമ്മൾ പഴിചാരിക്കൊണ്ടേയിരിക്കും അല്ലെ. ശരിക്കും ഈ വെള്ളം എന്ന് പറയുന്ന സംഭവം എങ്ങാനും സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകോ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളമില്ലെങ്കിൽ ഈ ഭൂമിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ പിന്നെ കൃഷി ഉണ്ടാകോ? കൃഷി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അത് നനച്ചുണ്ടാക്കണ്ടേ? വേണ്ടേ? അത് നനക്കാൻ വെള്ളമില്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും വളരോ? ഈ ഭൂമിയിൽ കൃഷിയും മറ്റു വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരെന്താ എന്താ ചെയ്യാ? ഭക്ഷണം ഉണ്ടാവോ? ഏ ഭക്ഷണം ഉണ്ടാവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. എന്താണ്? അന്നാ സബബ്നൽ മാഅ സബ്ബാ, അല്ലേ? ശരിക്കും ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ, ഭൂമി ഇങ്ങനെ പിളർന്ന് ഫഅൻബത്നാ ഫീഹാ ഹബ്ബാ, അതിൽ നിന്ന് ധാന്യങ്ങൾ ഇങ്ങനെ മുളപ്പിച്ച് വഇനബൻ വഖദ്ബാ വസൈതൂനൻ വനഖ്ലാ വഹദായിക ഗുൽബാ വഫാകിഹതൻ വഅബ്ബാ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓതി പോകുമല്ലേ. അന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാ നിന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ട് മഴ ശക്തമായ മഴയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആർക്കാണ്? മതഅല്ലക്കും വലിയൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. മറ്റു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുന്നറിയോ? ഞാൻ ഒരു നിശ്ചിത അളവിൽ അല്ലാഹു തആല വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി തരുന്നു അല്ലെ, ആകാശത്ത് നിന്ന് ഒരു തോതനുസരിച്ച്. എന്നിട്ട് ഫഅസ്കന്നാഹു ഫിൽ അർദ്, അല്ലെ, അതിനെ ഭൂമിയിൽ അല്ലാഹു തആല എന്താക്കുന്നത്? അതിങ്ങനെ സംഭരിച്ചു വെക്കുന്ന അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ മഴയെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഓരോ വീട് വെക്കുമ്പോ കിണർ കുഴി, അല്ലേ? ചില സ്ഥലത്ത് കുറച്ച് മതി, വയൽ പ്രദേശങ്ങളൊക്കെ 2-3 റിങ് മതി അല്ലെ. കുറച്ച് പറമ്പാകുമ്പോ ഒരു 10, 12, 15 വേണ്ടി വരും. കുറച്ചും കൂടി പാറയാകുമ്പോ 20, 25, 30, 35 കോല് കുഴിക്കേണ്ടി വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാലും ഇതിങ്ങനെ കുഴിച്ച് 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 പോകുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നത്? ഏ സുബ്ഹാനല്ലാഹ്. അല്ലേ? നമ്മൾ ഈ ഭൂമിയുടെ മേലെ ഇങ്ങനെ നടക്കുന്നു, വാഹനം ഓടിക്കുന്നു, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ അടിയിൽ ഇങ്ങനെ അല്ലാഹു തആല വെള്ളത്തെ സംഭരിച്ചു വെച്ചത് കൊണ്ടല്ലേ നമുക്ക് കിട്ടുന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർദ്, എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നു വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അതിനെ വറ്റിച്ച് കളയാൻ, ഇല്ലാതാക്കാൻ, പോക്കിക്കളയാൻ എനിക്ക് തീർച്ചയായും ഞാൻ എന്താണ്, ശക്തനാണ്, എനിക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ എന്നിട്ടെന്താ? ശരിക്കും അള്ളാഹു തആല നമ്മളെ ശുദ്ധീകരിക്കാന്ന് പറയുന്നുണ്ട് ഈ മഴ, വെള്ളം, ഇതൊക്കെ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് അള്ളാഹ്ക്ക് എത്ര ശുക്ർ പറയണമെന്നറിയോ? ചിന്തിക്കും. നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങും അല്ലെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ട്രോളിയിലിടും, ബില്ലടിക്കും, വാങ്ങി വരും.
വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ കുശാലായി പാകം ചെയ്ത് നമ്മൾ ഇങ്ങനെ വേണോ വേണ്ടോ ചൊല്ലി കഴിച്ച് നമ്മൾ അങ്ങനെ സുഖ ജീവിതം നയിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഇതിനിടയിൽ നമ്മളെ റബ്ബിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്കിവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, വെള്ളം കുടിക്കാൻ കഴിയുന്നത്, നല്ല ചോക്ലേറ്റും അല്ലെ എല്ലാ സാധനങ്ങളും നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ആരുടെ കാരുണ്യാണ്? നമ്മളെ കഴിവും നമ്മുടെ സമ്പത്തും സാമർഥ്യവും കൊണ്ട് മാത്രാണോ? ഒരിക്കലും അല്ലല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു സഹോദരിയുടെ കാര്യം ഞാനിങ്ങനെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. ജസ്റ്റ് സാന്ദർഭികമായിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ കഥ കേട്ടിട്ട് ശരിക്കും എനിക്ക് അത് പറയാൻ പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ അറിയണ്ടേ, എല്ലാരും അറിയണ്ടേ നമ്മളെത്ര വലിയ അനുഗ്രഹത്തിലാ ഈ ദുനിയാവിൽ ജീവിക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മളെ മുമ്പിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ അള്ളാഹു തആല കാണിച്ചു തരുന്നത് 2 രീതിയിലാണ്. ഒന്ന്, അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാനും അള്ളാഹുവിന് നന്ദി കാണിക്കാനും. അത് മാത്രമല്ല, ഇവരും നമ്മളുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് കണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട്. 2 രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണണം. ഞാന് ചെന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് ആദ്യം അമുസ്ലിങ്ങളായിരുന്നു, ഇസ്ലാം മതത്തിലേക്ക് വന്നതാണ്. അവരുടെ മകൻ ഗൾഫിൽ പോയി അവിടെ നിന്ന് ഇസ്ലാമൊക്കെ പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ ആ അമ്മയും അച്ഛനും ഇസ്ലാം സ്വീകരിച്ച് അവർ ഇസ്ലാം മതത്തിലേക്ക് വന്നതായിരുന്നു. ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് അവരെ ഉപേക്ഷിച്ച് അവര് പോയി. അങ്ങനെ ഇവര് വേറൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അവിടെ കഴിഞ്ഞ കൂട്ടത്തില് ഒരു കല്യാണം കഴിഞ്ഞ് ആ മകൻ വേറൊരു കല്യാണം കഴിച്ചു. പക്ഷെ യാദൃശ്ചികമായി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി, ആ വിദേശത്ത് വെച്ച് അവന് ആക്സിഡന്റിൽ ഈ മകൻ മരണപ്പെടുകയാണ്. ആ മകനിലൂടെയാണ് ആ ഉമ്മയും വാപ്പയും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സത്യത്തില് അവർക്ക് വലിയ ഒരു പരീക്ഷണം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. ആ മകന് മരണപ്പെട്ടിട്ട് കൊറോണയുടെ സമയത്തായതുകൊണ്ട് അവർക്ക് ബോഡി പോലും നാട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവർ കണ്ടില്ല, അവിടെ തന്നെ കബറടക്കി. ആ ഉമ്മയും വാപ്പയും പിന്നെ തനിച്ചായി. ആ ഭാര്യ അവർ മരണപ്പെട്ടതോടുകൂടി അവള് അവിടുന്ന് പിരിഞ്ഞുപോയി. അവള് വേറെ കല്യാണം കഴിച്ച് അവള് പോയി. ഇവര് തനിച്ചായി. അവര് ഇപ്പൊ ഈ കണ്ണൂർ നാട്ടിലുണ്ട്. കുറച്ചു ദിവസം മുമ്പാണ് ഈ ഒരു കാര്യം എന്റെ അടുത്ത് വേറൊരു സഹോദരിയോട് കാര്യം അറിയിക്കുന്നത്. അപ്പൊ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയതായിരുന്നു. സത്യം പറഞ്ഞാല് അവരുടെ വർത്താനം കേട്ട് അവിടെ ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. അവരുടെ കരച്ചിലും അവരുടെ ആ സങ്കടവും സത്യം പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ കഴിയാനല്ലേ? എങ്ങനെ സഹിക്കാം? ആ ഉമ്മയും ഉപ്പയും ഇപ്പൊ ഒരു വാടക വീട്ടിലാ താമസിക്കുന്നത്. ആരുമില്ല അവർക്ക്. ആ ഉപ്പാക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് കാലിന് ഈ ഒരു ഇത് വന്നിട്ടുള്ള ഒരു അസുഖമില്ലേ, വീക്കം വന്നിട്ട് വീർത്ത് പൊട്ടി ഇതാക്കുന്ന മരുന്ന് വെക്കലും ഡ്രസ് ചെയ്യലും. ഇവയ്ക്കും ഇല്ല, 2 പേർക്കും ഷുഗർ, അങ്ങനെയുള്ള കുറെ ശാരീരിക പ്രയാസങ്ങൾ. പ്രായമായ 2 മാതാപിതാക്കള്. ആരുമില്ല. അവർക്കായ ഒരു മോനെ ഉണ്ടായിട്ടില്ല, അത് മരണപ്പെട്ടു. അവർ ഇസ്ലാമിലേക്ക് വന്നതാണ്. ഈ മോന് വന്നതിന് ശേഷം മോനെ അത്രയും സ്നേഹിച്ച മാതാപിതാക്കളായതുകൊണ്ട് ആ മോന് വേണ്ടിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നതായിരുന്നു. പക്ഷെ അവർക്ക് നല്ല ഈമാനുണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. അമ്മീ അള്ളാഹ് എല്ലാ നിലക്കും അവർക്ക് അള്ളാഹ് സഹായം എത്തിച്ചു കൊടുക്കട്ടെ. ശരിക്കും നമ്മളുടെ മുമ്പിൽ ഒരു ബാധ്യതയാണത്. നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും അവരെ നമ്മൾ ഏറ്റെടുക്കണം. ശരിക്കും ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടാന്നാലോ എന്ന് പോലും ചിന്തിച്ചു പോയി. കാരണം അത്രയായ ഉമ്മാന്റെ കണ്ണുനീര് കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് ശരിക്കും വേണ്ടത് ഒരു സാന്ത്വനം, ഒരു ആശ്വാസം, സ്നേഹത്തോടെ അവരെ കൂട്ടിപ്പിടിച്ച് അവരെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണെന്ന് വിചാരിച്ചു. ശരിക്കും ഇങ്ങനെയുള്ള എത്ര ജീവിതങ്ങൾ ഉണ്ട് ഈ ദുനിയാവില്, നമ്മൾ അറിയാതെ പോകുന്നുണ്ടല്ലേ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. ശരിക്കും അവര് ആ ഉപ്പാന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി കാണുമ്പോൾ നല്ലൊരു ഈമാൻ, മാഷാ അല്ലാഹ്. ശരിക്കും അവര് ഈ ഒരു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടും അവർക്ക് ഈ വിശ്വാസത്തിൽ നിന്ന് അവർ പതർച്ചയൊന്നും വന്നിട്ടില്ല. നല്ല ഈമാനും നല്ല തഖ്വയും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അല്ലെ,
ശരിക്കും തനിച്ചാകുമ്പോ ആരും നോക്കാനില്ല. കുറെ കാലം ഓരോരാൾ ഇങ്ങനെ നോക്കി, ഒരു കുടുംബം അവരെ നോക്കുന്നുണ്ട്. മാഷാ അല്ലാ, നമ്മളെ ഗ്രൂപ്പിലെ ഒരു സഹോദരിന്റെ കൂട്ടത്തിലെ ഒരു കുടുംബം അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ, കരുണയുള്ളവർ എന്തായാലും ഈ ദുനിയാവിൽ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരിക്കും നമ്മൾ ഓരോരുത്തരും അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മളെ മുമ്പിൽ അവർ പറഞ്ഞു കുറെ കാലം എല്ലാവരും ഇതാക്കി, പിന്നെ ഇപ്പൊ ആരും അങ്ങനെ, അത്യാവശ്യം ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ വന്ന് അവർക്ക് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, പിന്നെ അവരെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കാനല്ല ഇങ്ങനെ ഒരാൾ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, അതൊക്കെ നല്ല കരുണയുള്ള മനസ്സിന്റെ ഉടമകളാണ്. മാഷാ അല്ലാ, അതൊക്കെയുള്ളൂ അവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയാൻ ഈ ദുനിയാവിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണത്താലും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. പഠിച്ചവന്റെ അടുത്ത് നിങ്ങൾക്ക് അള്ളാഹ് ഉന്നതമായ ഒരു ഇത്, അതുകൊണ്ടേക്കുമല്ലോ ഈ ഒരു വഴിയിലേക്ക് അള്ളാഹ് തെരഞ്ഞെടുത്തിട്ട് ഈ രൂപത്തിൽ അള്ളാഹ് ഇങ്ങനെ ഒരു പരീക്ഷണങ്ങൾ നിങ്ങളെ മുമ്പിൽ തന്നിട്ട്, എന്നിട്ടും നിങ്ങൾ അൽഹംദുലില്ലാ ആ ഒരു ദീന് വിട്ടിട്ടുള്ള യാതൊരു ചിന്തയിലേക്ക് അവർ പോയിട്ടില്ല. മാഷാ അല്ലാഹ്, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു വീട്, സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട്, അതിൽ അവർക്ക് താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ, അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഒരു സ്ഥലം, എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് സെന്റ് സ്ഥലം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുത്തതിനാല് വീട് വെക്കാന് സാധിക്കും തീർച്ചയായിട്ടും. കാരണം അതിനുള്ള പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. മറ്റേ മോന്റെ ഇതില് അവിടെ അവരാദ്യം ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിറ്റിട്ടുള്ള കുറച്ച് പൈസ അവരുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാ, നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അവർക്ക് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാലം അവർ സഹിച്ച പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ഒരു ആശ്വാസമായിട്ട് നല്ലൊരു ജീവിതം തന്നെ അല്ലാഹു തആല അവരുടെ മുമ്പിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. ശരിക്കും അള്ളാന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ എത്രയോ വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാതെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര വലിയ നന്ദി കെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം തന്നെ ചിന്തിക്കും, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട്, അള്ളാഹുവിന് വഴിപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു പോകാതിരിക്കുക. എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിന് ശുക്റുള്ള നല്ല അടിമകളായി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഈ സൂറത്തുൽ മുൽക്ക് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, നമ്മൾ അതിന്റെ ആളുകളാകുമ്പോൾ, നമ്മളുടെ സ്വഭാവത്തിലും നമ്മളെ പെരുമാറ്റത്തിലും എല്ലാം നമുക്ക് അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചവരാണെങ്കിൽ, ഖുർആനിന്റെ ആൾക്കാരാണെങ്കിൽ, നമ്മുടെ ജീവിതം കാരുണ്യം നിറഞ്ഞതായിരിക്കണം. നമ്മളെ ചുറ്റിലുമുള്ള എല്ലാവരോടും നമ്മൾ കരുണ കാണിക്കണം. നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം എല്ലാം കരുണയോട് കൂടിയുള്ളതാകണം. എല്ലാരോടും കാരുണ്യം കാണിക്കാൻ നമുക്ക് അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളീ പറഞ്ഞ ഓരോ കാര്യങ്ങളും, നമ്മൾ കേട്ട ഓരോ മനസ്സിലാക്കിയ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അള്ളാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളായി ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട, നീ തൃപ്തിപ്പെട്ട നല്ല ആളുകളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളിൽ നാഥാ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ മുമ്പിൽ നീ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ അല്ലാഹുവേ, ഒരുപാട് നിന്റെ അനുഗ്രഹത്തെ ഞങ്ങള് പലപ്പോഴും മറന്ന് ജീവിച്ചിട്ടുണ്ടാവും ഈ ദുനിയാവിൽ. അല്ലാഹുവേ, അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നീ ചെയ്തു തരുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ള നല്ല അടിമകളായി ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ, ഹിദായത്ത് അല്ലാഹുവേ നീ ഉറപ്പിച്ചു നൽകണേ അല്ലാഹ്, ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവേ നിന്റെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ, സിറാത്തുൽ മുസ്തഖീമിലായി കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ദിവസേന ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എന്ന മഹാ അനുഗ്രഹം അല്ലാഹുവേ, അത് ഓരോ സമയത്തും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാനും അതിനെക്കുറിച്ച് ഓർക്കാനും അതിനെ ശുക്ർ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ നീ രോഗശമനം, ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവെ, നിന്റെ മഹത്തായ ഫضല് കൊണ്ട്, കാരുണ്യം കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരുപാട് ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.